Hello everyone. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സം യൂസ്ഫുൾ ടേംസ് വിച്ച് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ സ്റ്റെയിനിങ് ടെക്നിക്. സാധാരണ സ്റ്റെയിനിങ് ടെക്നിക്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന കുറച്ച് ടേംസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളിലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ആക്സെൻറ്റുവേറ്റേഴ്സ്, റൈപ്പനിങ്, പ്രോഗ്രസീവ് സ്റ്റെയിനിങ്, റിഗ്രസീവ് സ്റ്റെയിനിങ്, ബ്ലൂയിങ്, ഡിഫറൻസിയേഷൻ, മോർഡൻറ്റ്, ലേക്ക്, ക്രോമോഫോർ, ഓക്സോക്രോം, മെറ്റാക്രോമേഷ്യ, ഓർത്തോക്രോമേഷ്യ, പോളിക്രോമേഷ്യ. ഇത്രയും ടേംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. First one, ripening. Ripening means oxidation of the hematoxylin into a colorful hematine by natural or chemical method. അതായത് നാച്ചുറൽ ഓക്സിഡേഷൻ വഴിയോ കെമിക്കൽ ഓക്സിഡേഷൻ വഴിയോ ഹെമറ്റോക്സിലിനെ കളർഫുൾ ആയിട്ടുള്ള ഹെമാറ്റിനാക്കി മാറ്റുക. അതാണ് റൈപ്പനിങ് എന്ന് പറയുന്നത്. ഇതിൽ നാച്ചുറൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനോടോ എയറിനോടോ എക്സ്പോഷറായിട്ട് സംഭവിക്കുന്നതാണ്. ഏകദേശം ഇതിന് 3 to 4 months ടൈം പീരീഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതിൽ നിന്ന് പ്രിപ്പയർ ആവുന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. മെയിനായിട്ട് ഇതിന് പറയുന്ന എക്സാമ്പിൾസ് എയർലിഷ്, അതേപോലെ ഡെലാഫീൽഡ്, ഹെമറ്റോക്സിലിൻ. അടുത്തതാണ് കെമിക്കൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് മെർക്കുറിക് ഓക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോഡിയം അയോഡൈഡ്. ഇത് സ്റ്റെയിൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് ആക്സെൻറ്റുവേറ്റേഴ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ സെലക്ടിവിറ്റി ഓർ ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റെയിനിങ്. അതായത് സ്റ്റെയിനിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആക്സെൻറ്റുവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ബൈൻഡ് ഓർ ലിങ്ക് ദ ഡൈ ടു ദ ടിഷ്യൂ. മെയിനായിട്ട് പറയുന്ന എക്സാമ്പിൾ ഫീനോൾ, ഈ കാർബോൾ ഫ്ലക്സിനിലൊക്കെ ഉപയോഗിക്കുന്ന ഫീനോള്, അതുപോലെ മെത്തിലിൻ ബ്ലൂവിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ജൻഷൻ വയലറ്റിലെ അനിലിൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആക്സെൻറ്റുവേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രോഗ്രസീവ് സ്റ്റെയിനിങ്. ദ ടിഷ്യൂ ലെഫ്റ്റ് ഇൻ ദ സ്റ്റെയിൻ ജസ്റ്റ് ലോങ് ഇനഫ് ടു റീച്ച് ദ പ്രോപ്പർ എൻഡ് പോയിന്റ്. അതായത് ഓരോ സ്റ്റെയിനിങ്ങിനും ഓരോ കൃത്യമായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായ സമയം ഉപയോഗിച്ചിട്ട്, ടൈം പീരീഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡാണ് പ്രോഗ്രസീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻസിയേഷൻ എന്നുള്ള സ്റ്റെപ്പ് ഉപയോഗിക്കുന്നില്ല. മെയിനായിട്ട് പറയുന്ന എക്സാമ്പിളാണ് മേയേഴ്സ് ഹെമറ്റോക്സിലിൻ. അടുത്തതാണ് റിഗ്രസീവ് സ്റ്റെയിനിങ്. ടിഷ്യൂ ഈസ് ഡെലിബറേറ്റ്ലി ഓവർസ്റ്റെയിൻഡ് ആൻഡ് ദെൻ ഡീസ്റ്റെയിൻഡ് അണ്ടിൽ ദ പ്രോപ്പർ എൻഡ് പോയിന്റ് ഈസ് റീച്ച്ഡ്. അതായത് ഓവർസ്റ്റെയിൻ ചെയ്യുക, നമ്മുടെ സ്ലൈഡിനെ ഓവർസ്റ്റെയിൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗത്തു നിന്നൊക്കെ ഡിഫറൻസിയേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്റ്റെയിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് റിഗ്രസീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഹാരിസ് ഹെമറ്റോക്സിലിനാണ് അതിനുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, ബ്ലൂയിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ടേക്ക് പ്ലേസ് വെൻ എ ടിഷ്യൂ സെക്ഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ആൻ അസിഡിക് സൊല്യൂഷൻ ടു ആൽക്കലൈൻ സൊല്യൂഷൻ. അതായത് ഒരു ടിഷ്യൂ സെക്ഷനെ ഒരു അസിഡിക് മീഡിയത്തിൽ നിന്ന് ആൽക്കലൈൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് അസിഡിക് മീഡിയത്തിൽ ഇരിക്കുന്ന സമയത്ത് ടിഷ്യൂവിന് അല്ലെങ്കിൽ സ്റ്റെയിനിന് ഒരു റെഡ് കളർ ആയിരിക്കും. അതിനെ നമ്മൾ ഒരു ആൽക്കലൈൻ മീഡിയത്തിലേക്ക്, അതായത് ഒരു 8 to 8.5 ആ pHയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ റെഡ് കളറിൽ നിന്നും ബ്ലൂ കളറായിട്ട് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ ബ്ലൂയിങ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ബ്ലൂയിങ് സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബ്ലൂയിങ് എന്നുള്ള ടെക്നിക്ക് ചെയ്യുന്നത്. ടാപ്പ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. അതായത് pH 18 കൂടുതലാണെങ്കിലാണ് ടാപ്പ് വാട്ടർ ഉപയോഗിക്കേണ്ടത്. നമുക്ക് മറ്റ് ബ്ലൂയിങ് സൊല്യൂഷൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നത് ആൽക്കഹോളിക് അമോണിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം കാർബണേറ്റ്, സ്കോട്ട്സ് ടാപ്പ് വാട്ടർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ബ്ലൂയിങ്ങിന് വേണ്ടിയിട്ട്. അടുത്ത ഒരു ടേമാണ് ഡിഫറൻസിയേഷൻ. ദ പ്രോസസ് ഓഫ് സെലക്റ്റീവ് റിമൂവൽ ഓഫ് എക്സസീവ് ഡൈ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ, കോമൺലി ഡൺ ഇൻ റിഗ്രസീവ് സ്റ്റെയിനിങ്. അതായത് എക്സസീവ് ആയിട്ടുള്ള ഡൈസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഗ്രസീവ് സ്റ്റെയിനിങ് ടെക്നിക്കിലാണ് കൂടുതലായിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കാറ്. ഇപ്പോൾ കാറ്റയോണിക് ഡൈസ് ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ വീക്ക് ആസിഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിഫറൻസിയേറ്റ് ചെയ്യുന്നത്.
അതുപോലെ അസിഡിക് അല്ലെങ്കിൽ ആനയോണിക് ഡൈസിനൊക്കെ വീക്ക് ആൽക്കലൈൻ സൊല്യൂഷൻസ് വെച്ചിട്ടായിരിക്കും ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 1 to 2% ആസിഡ് ആൽക്കഹോളാണ് ഉപയോഗിക്കാറ്. അടുത്ത ഒരു ടേമാണ് മോർഡൻറ്റ്. മോർഡൻറ്റ് ആർ ദ സബ്സ്റ്റൻസ് ഓർ മെറ്റൽസ് ദാറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ഡൈ ആൻഡ് ടിഷ്യൂ. അതായത് സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഡൈയിൻ്റെയും ടിഷ്യൂവിൻ്റെയും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് മോർഡൻറ്റ് എന്ന് പറയുന്നത്. ഈ മോർഡൻറ്റ് ഡൈനോട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ലൈക്ക് എന്ന് പറയുന്നത്. ലൈക്ക്. മോർഡൻറ്റ് മെറ്റൽസിന് വാലൻസി അറ്റ്ലീസ്റ്റ് 2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അലൂമിനിയം അതേപോലെ ഫെറിക് അയോൺസ് ഒക്കെയാണ് ഉപയോഗിക്കാറ് മോർഡൻ്റ് ആയിട്ട്. അടുത്തതായിട്ട് പറയുന്നത് മോർഡൻറ്റ് ആൻഡ് ഡൈസ് മേ ബി അപ്ലൈഡ് ടു ടിഷ്യൂ ഇൻ 3 ways. 3 രീതിയിൽ നമുക്ക് മോർഡൻറ്റും ഡൈസും ടിഷ്യൂവിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു മെത്തേഡാണ് ഓൺ ക്രോം എന്ന് പറയുന്നത്. അതായത് മോർഡൻറ്റ് ആദ്യം അപ്ലൈ ചെയ്യുന്നു, അതിന് ശേഷം ഡൈ അപ്ലൈ ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് അയൺ ഹെമറ്റോക്സിലിൻ. അടുത്തതാണ് മെറ്റാക്രോം എന്ന് പറയുന്നത്. മോർഡൻറ്റും അതുപോലെ ഡൈയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റാക്രോം എന്ന് പറയുന്നത്. ആലം ഹെമറ്റോക്സിലിൻ സൊല്യൂഷനാണ് അതിനുള്ളൊരു എക്സാമ്പിൾ. അടുത്തതാണ് ആഫ്റ്റർ ക്രോം എന്ന് പറയുന്നത്. ആദ്യം ഡൈ അപ്ലൈ ചെയ്യുക, അതിനുശേഷം മോർഡൻറ്റ് അപ്ലൈ ചെയ്യുക. അതിനെയാണ് ആഫ്റ്റർ ക്രോം എന്ന് പറയുന്നത്. അടുത്ത ഒരു വേർഡാണ് ലൈക്ക് എന്ന് പറയുന്നത്. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലൈക്കിനെ കുറിച്ച്. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ എ ഡൈ ആൻഡ് എ മോർഡൻറ്റ്. മോർഡൻറ്റിൻ്റെയും ഡൈൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ലൈക്ക് എന്ന് പറയുന്നത്. A like can be defined as a coordination complex formed between polyvalent metal ions and certain dyes. അതായത് പോളിവാലന്റ് മെറ്റൽ അയോൺസിൻ്റെയും സർട്ടൻ ഡൈസിൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന ഒരു കോംപ്ലക്സിനെയാണ് ലൈക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്രോമോഫോർ. അതായത് ഒരു ഡൈയിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ബെൻസീൻ റിംഗ്. അടുത്തതാണ് ഓക്സോക്രോം. ഓക്സോക്രോം നമ്മുടെ ക്രോമോഫോറിനോട് അറ്റാച്ച് ചെയ്തിട്ട് ക്രോമോഫോറിൻ്റെ എബിലിറ്റി, അതായത് അബ്സോർബ് ചെയ്യാൻ, ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഓക്സോക്രോമിൻ്റെ ഫങ്ഷൻ. അതിനൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരിക്കലൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. മെയിനായിട്ട് ഈ സബ്സ്റ്റൻസ് നമ്മുടെ ടിഷ്യൂവിനെ അതേപോലെ ഡൈനെയും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അമിനോ ഗ്രൂപ്പ്സ് ആണ് ഫ്രീക്വൻ്റ്ലി ഓക്സോക്രോമായിട്ട് ഒക്കർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മെറ്റക്രോമേഷ്യ. എ ഡൈ വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് കളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കെമിക്കൽ സ്ട്രക്ചർ. അതായത് ഒരു ഡൈക്ക് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിലൊന്നും വേരിയേഷൻ വരുത്താതെ തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മെറ്റാക്രോമേഷ്യ എന്ന് പറയുന്നത്. മെയിൻ എക്സാമ്പിളായിട്ട് പറയുന്നത് ടോൾഡിൻ ബ്ലൂ, അഷ്വർ എ, അഷ്വർ ബി ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. അതായത് ടിഷ്യൂസിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് അതിലുള്ള കാറ്റയോണിക് ഡൈസിനോട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ മെറ്റാക്രോമേഷ്യ എന്ന് പറയുന്നത്. മെയിനായിട്ട് പോളിമറൈസേഷൻ ഒക്കെ സംഭവിച്ചിട്ടാണ് ഇതുണ്ടാവുന്നത്. അടുത്തതാണ് ഓർത്തോക്രോമേഷ്യ എന്ന് പറയുന്നത്. ഈ ഡൈയുടെ കളറിൽ അവിടെ യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല ഓർത്തോക്രോമേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ടിഷ്യൂ സ്ട്രക്ചറിനെ ഡൈൻ്റെ സെയിം കളർ വെച്ചിട്ട് തന്നെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത് ഇവിടെ. അടുത്തതാണ് പോളിക്രോമേഷ്യ. ഇവിടെ ഉപയോഗിക്കുന്ന ഡൈ 2 അതിലധികമോ ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് നമ്മുടെ ടിഷ്യൂ എലമെൻസിന് കൊടുക്കും. മെയിനായിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത് ജിംസ സ്റ്റെയിൻ, ലീഷ്മാൻ സ്റ്റെയിൻ. Thank you for watching.